പ്രിയരെ, വിദ്യാസാഹിതി ഓഡിയോ ബുക്കിന്റെ പുതിയ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. മലയാളത്തിൽ ഓഡിയോ ബുക്കായി ഇറങ്ങുന്ന ആദ്യ ബാലനോവൽ ശിവപ്രസാദ് പാലോടിന്റെ ഹൃദയഭൂമി. നോവൽ ഹൃദയഭൂമി. രചന ശിവപ്രസാദ് പാലോട്. അധ്യായം 9. ശബ്ദം ആശാലത ജഗദീഷ്, മയ്യന്നൂർ. സ്കൂളിലേക്ക് രാംസിംഗിനെ ഗൗരി ഒരുക്കി വിട്ടു. ആദ്യ ദിവസമായതിനാൽ അവനെ കൊണ്ടുപോയാക്കാൻ ശിവജിയും പോകാനിരുന്നു. മാഷ് നൽകിയ ഷർട്ടിലും പാന്റിലും അവൻ കൂടുതൽ സുന്ദരനായിരിക്കുന്നു. പൂമ്പാറ്റയുടെ ചിത്രം ഒട്ടിച്ച കുഞ്ഞു ബാഗ് അവന്റെ മുതുകിൽ ഒതുങ്ങിയിരുന്നു. പുള്ളിക്കുട ശരീരത്തിന്റെ ഒരു ഭാഗം പോലെ അവൻ ചേർത്തു പിടിച്ചിരുന്നു. ചെരുപ്പിടാതെ ശീലിച്ച അവന് കാലുകളിൽ ഇറുകി പിടിച്ചു കിടന്ന ചെരുപ്പ് മാത്രം അവനോട് പൊരുത്തപ്പെട്ടില്ല. ഗലിയിലെ മുതിർന്ന കുട്ടികൾ സ്കൂളിൽ പോകുന്നത് രാംസിംഗിന്റെ ഓർമ്മയിൽ വന്നു. അവർക്ക് ബാഗോ കുടയോ ചെരുപ്പോ ഉണ്ടായിരുന്നില്ല. ചട്ടം പൊട്ടിയ സ്ലേറ്റുമായി നടക്കുന്ന സരസ്വതി ദീദി, കീറിയ ഷർട്ടിട്ട് പോകുന്ന രൺവീർ, സ്കൂളിലേക്ക് പോകാൻ മടിച്ച് കരഞ്ഞ് ബഹളം വയ്ക്കുന്ന ബോല. അവർ സ്കൂളിൽ പോയാൽ വീടുകൾ പിന്നെ നിശബ്ദമാകും. വൈകുന്നേരം അവർ വരുന്നതും കാത്ത് രാംസിംഗ് ചടഞ്ഞിരിക്കും. ദൂരെ അവരുടെ ഒച്ച കേട്ടാൽ രാംസിംഗ് മുറിവിട്ട് ഗലിയിലേക്ക് ഇറങ്ങും. രാംസിംഗ് പഠിക്കാൻ പോകുന്നതിൽ ശിവജിയേക്കാൾ സന്തോഷം ഗൗരിക്കായിരുന്നു. തന്റെ മകൻ കുളിച്ച് വൃത്തിയുള്ള തുണികളുടുത്ത് പോകാൻ ഒരുങ്ങി നിൽക്കുന്നത് കണ്ടപ്പോൾ അവൾക്ക് സന്തോഷം തോന്നി. അതിന്റെ ആധിക്യത്തിൽ ഗൗരിയുടെ കണ്ണുകൾ ഈറനായി. പതിവില്ലാത്ത വേഷത്തിൽ രാംസിംഗിനെ കണ്ടപ്പോൾ ആംല കുഞ്ഞിക്കണ്ണുകൾ ഉരുട്ടി മിഴിച്ച് അവനെ നോക്കി. അവൾക്ക് ചിരിക്കാനും കരയാനും മാത്രമേ അറിയൂ. ലിപികളില്ലാത്ത ആ ഭാഷ കൊണ്ട് അവൾ വീട്ടിലെല്ലാവരോടും സംസാരിച്ചു. വിശക്കുമ്പോഴും വേദനിക്കുമ്പോഴും സന്തോഷം തോന്നുമ്പോഴും അവൾ ആ ദേവഭാഷ കൊണ്ട് വീടിനെ മുഖരിതമാക്കി. സ്കൂളിന്റെ ഗേറ്റ് കടന്നപ്പോൾ അധ്യാപകർ ഓടി വന്നു. ഒരുപാട് കുട്ടികൾ. സ്കൂൾ മുറ്റത്ത് കളിച്ചുകൊണ്ടിരുന്നവർ അവർക്ക് ചുറ്റും കൂടി. അധ്യാപകർ രാംസിംഗിനെയും ശിവജിയെയും സ്കൂളിന്റെ ഓഫീസ് മുറിയിലേക്ക് കൂട്ടിക്കൊണ്ടുപോയി. ശിവജിയെ കൊണ്ട് കടലാസുകളിൽ ഒപ്പിടിച്ചു. അച്ഛന്റെ നീല നിറമായ പെരുവിരൽ രാംസിംഗ് തൊട്ടുനോക്കി. ഫാമിൽ വന്നപ്പോൾ അവന് കളർ പെൻസിലുകൾ തന്ന ടീച്ചർ അവനെ നോക്കി ചിരിച്ചു. രാംസിംഗ്, നീ ചിത്രങ്ങൾ വരച്ചിരുന്നോ? അവൻ തലയാട്ടി. സ്കൂളിൽ വന്നപ്പോൾ മുതൽ അവന് ചെറിയ പേടി തോന്നിയിരുന്നു. ഇത്ര കാലം കളിച്ച് നടന്ന് ശീലമായതാണ്. കുട്ടികൾ വാതിക്കൽ വന്നു നിന്ന് എത്തി നോക്കുന്നു. ആ സമയത്ത് സ്കൂളിൽ നീണ്ട ബെല്ല് മുഴങ്ങി. എന്നാ നമുക്ക് ക്ലാസ്സിലേക്ക് പോകാം അല്ലേ രാംസിംഗ്? ടീച്ചർ അവന്റെ കവിളിൽ നുള്ളി. ഭായ്, ഇന്ന് വൈകിട്ട് വന്നാ മതി. രാംസിംഗിനെ ഞങ്ങൾ നോക്കിക്കൊള്ളാം. ഞങ്ങളുടെ കുട്ടിയല്ലേ അവൻ. ടീച്ചർ രാംസിംഗിന്റെ കയ്യിൽ പിടിച്ചുകൊണ്ട് പറഞ്ഞു. അവൻ മറുകൈ കൊണ്ട് ശിവജിയെ മുറുകി പിടിച്ചു. അവന് കരച്ചിൽ വരുന്നുണ്ടായിരുന്നു. ടീച്ചർ അവനെയും കൊണ്ട് വരാന്തയിലേക്ക് ഇറങ്ങിയപ്പോൾ കുട്ടികൾ കൂട്ടമായി അവരുടെ ഒപ്പം കൂടി. ചിലർ അവനോട് ചിരിച്ചു. അവന്റെ ബാഗിൽ തൊട്ടുനോക്കി. ക്ലാസ്സിൽ ബലൂണുകൾ തൂക്കിയിരുന്നു. വർണ്ണക്കടലാസുകൾ ഒട്ടിച്ചിരുന്നു. ചുമരുകളിൽ നിറയെ പൂക്കളുടെയും പക്ഷികളുടെയും ചിത്രങ്ങൾ. അതിൽ വലിയ ഒരു കോഴിയും കുഞ്ഞുങ്ങളും. ഫാമിൽ ഇടയ്ക്ക് വിരുന്നുകാരനായി വരുന്ന മയിൽ. ടീച്ചർ അവനെ മുന്നിലെ ബെഞ്ചിലിരുത്തി. രാംസിംഗ്, ഇനി ഇതാണ് നിന്റെ സ്ഥലം. എന്നും ഇവിടെ വന്നിരിക്കണം. ശിവജി വാതിക്കൽ നിൽക്കുകയാണ്. രാംസിംഗ് എഴുന്നേറ്റ് ശിവജിയുടെ അടുക്കലേക്ക് നടന്നു. രാംസിംഗ്, അച്ഛൻ കുറച്ച് കഴിഞ്ഞു വരും. നീ ഇവിടെ ഇരിക്കെ. നിനക്ക് ക്ലാസ് ഇഷ്ടപ്പെട്ടില്ലേ? അവന്റെ കണ്ണുകൾ ഈറനായി. അതുവരെ വീട്ടുകാരെ വിട്ട് അവൻ ഇരുന്നിട്ടില്ല. രാംസിംഗ്, നീ ക്ലാസ്സിലിരിക്കെ, ഞാൻ പുറത്തുണ്ടാകും. ശിവജി അവനെ ബെഞ്ചിൽ കൊണ്ടുപോയി ഇരുത്തി പുറത്തേക്ക് പോയി. ടീച്ചർ അവന് ഒരു ചോക്ലേറ്റ് കയ്യിൽ കൊടുത്തു. കുട്ടികളെ, നമ്മുടെ ക്ലാസ്സിലേക്ക് ഒരു പുതിയ കൂട്ടുകാരൻ വന്നിരിക്കുന്നു. പേരെന്താന്നറിയുമോ?
രാം സിംഗ്. ക്ലാസ്സിലുള്ള കുട്ടികൾ എല്ലാവരും ഒരുമിച്ച് രാം സിംഗ് എന്ന് പറഞ്ഞു. രാം സിംഗിനെ നമ്മൾ എങ്ങനെയാ സ്വീകരിക്കേണ്ടത്? അപ്പോൾ ഒരു കുട്ടി എഴുന്നേറ്റ് വന്ന് നിറമുള്ള ഒരു തൊപ്പി അവന്റെ തലയിൽ അണിയിച്ചു. നിറയെ ചിത്രങ്ങളുള്ള ഒരു പുസ്തകം അവന്റെ കയ്യിൽ കൊടുത്തു. കുട്ടികളെല്ലാവരും കൈയടിച്ചു. ഇനി നമുക്ക് പുതിയ കൂട്ടുകാരനെ കിട്ടിയ സന്തോഷം പങ്കിടണ്ടേ? എല്ലാവർക്കും ടീച്ചറുടെ വക ഇന്ന് ലഡു ഉണ്ട്. ആദ്യം ആർക്കാ കൊടുക്കേണ്ടത്? രാം സിംഗിന്. ക്ലാസ്സിൽ എല്ലാവരും ഒന്നിച്ചു പറഞ്ഞു. ടീച്ചർ പാക്കറ്റിൽ നിന്നും ഒരു ലഡു എടുത്ത് അവന്റെ വായിൽ വെച്ചു കൊടുത്തു. പിന്നെ എല്ലാവർക്കും ടീച്ചർ ലഡു കൊടുത്തു. അതെ, നമ്മുടെ കൂട്ടുകാരന്റെ നാട് ഇവിടെയൊന്നുമല്ല. എവിടെയാന്നറിയാമോ? അങ്ങ് ദൂരെ ബീഹാറിൽ. അവന്റെ നാട്ടിലെ ഭാഷ എന്താണെന്നറിയാമോ? ഹിന്ദി. അവനെ നമുക്ക് മലയാളം പഠിപ്പിക്കണ്ടേ? അവനിൽ നിന്ന് നമുക്ക് ഹിന്ദി പഠിക്കണ്ടേ? അതിനാണ് അവൻ നമ്മുടെ സ്കൂളിൽ എത്തിയിരിക്കുന്നത്. കുട്ടികളെല്ലാവരും രാം സിംഗിനെ അത്ഭുതത്തോടെ നോക്കി. തങ്ങളുടെ നാട്ടിലില്ലാത്ത ഭാഷ സംസാരിക്കുന്ന അവനെ കുട്ടികൾ ചിരി കൊണ്ട് കൂട്ടുകാരനാക്കി. രാം സിംഗിന് അപ്പോഴും പേടി വിട്ടിരുന്നില്ല. എന്നാലും ടീച്ചറും ക്ലാസും കുട്ടികളും അവനേറെ ഇഷ്ടം തോന്നി. ഇടയ്ക്കിടയ്ക്ക് അവൻ ജനാലയിലൂടെ നോക്കി അച്ഛനെ തിരഞ്ഞു. വീട്ടിൽ ആംല ഇപ്പോൾ എന്തു ചെയ്യുകയായിരിക്കും? തന്നെ കാണാഞ്ഞ് അവൾ കരയുന്നുണ്ടാകുമോ? അമ്മ ഇപ്പൊ എന്തു ചെയ്യുകയായിരിക്കും എന്നൊക്കെ ആലോചിച്ച് അവൻ അവന്റേതായ ലോകത്തിലായി. രാം സിംഗ്, ടീച്ചർ ഒരു പാട്ട് പാടാം. രാം സിംഗ് അതൊപ്പം പാടാൻ പറ്റുമോ എന്ന് നോക്കൂ. നിങ്ങളെല്ലാവരും ഒപ്പം പാടണം. ടീച്ചർ പാടാൻ തുടങ്ങി. ബാക്കി എല്ലാവരും ഒപ്പം പാടി. രാം സിംഗ് വെറുതെ നിന്നു. അറിയാത്ത ഭാഷയിലെ പാട്ട് അവന് പാടാൻ അറിയില്ലല്ലോ. പക്ഷേ അതിന്റെ താളം അവനിൽ വന്നു നിറഞ്ഞു. ഇടയ്ക്ക് വീണ്ടും ബെല്ലടിച്ചപ്പോൾ ടീച്ചർ പറഞ്ഞു, രാം സിംഗ്, വേണമെങ്കിൽ നമുക്ക് ഈ സ്കൂളൊക്കെ ഒന്ന് ചുറ്റി നടന്നു കാണാം, വാ. ടീച്ചർ അവന്റെ കൈ പിടിച്ച് സ്കൂൾ വരാന്തയിലൂടെ നടന്നു. കുട്ടികൾ പിറകെയും. രാം സിംഗ്, ഇതാണ് പൂന്തോട്ടം, കണ്ടോ? ഇഷ്ടായോ നിനക്ക്? പൂച്ചട്ടികളിൽ വിരിഞ്ഞു നിൽക്കുന്ന പലതരം പൂക്കൾ, ഇടയ്ക്ക് ചെറിയ കുളം പോലെ അതിലും വിരിഞ്ഞു നിൽക്കുന്ന പൂക്കൾ, എല്ലാറ്റിലും പറന്നു കളിക്കുന്ന പൂമ്പാറ്റകൾ, മിന്നായം പോലെ വന്ന് തേൻ കുടിച്ചു പോകുന്ന ചെറിയ കുരുവികൾ. സ്കൂളിന്റെ ചുവരുകളിൽ മുഴുവൻ ചിത്രങ്ങൾ, പലതരം എഴുത്തുകൾ. വീണ്ടും ബെല്ലടിച്ചപ്പോൾ എല്ലാവരും ക്ലാസ്സിൽ കയറി. ടീച്ചർ രാം സിംഗിന്റെ സ്ലേറ്റ് വാങ്ങി അതിൽ ഒരക്ഷരം എഴുതി കൊടുത്തു. രാം സിംഗ്, പറഞ്ഞു നോക്കൂ, ഇതാണ് ആ. രാം സിംഗ് ആ എന്ന് ഉച്ചരിച്ചു നോക്കി. ഇനി രാം സിംഗ് ഈ അക്ഷരം ദാ ഇതേപോലെ എഴുതി നോക്കണം, കേട്ടോ? പറയുകയും വേണം. അങ്ങനെ ഓരോ ദിവസവും ഓരോ അക്ഷരം പഠിച്ച് രാം സിംഗ് വലിയ കുട്ടിയാവും. വേറെയും അധ്യാപകർ രാം സിംഗിനെ കാണാൻ വന്നു. എല്ലാവരും അവനോട് വലിയ സ്നേഹം കാണിച്ചു. സ്കൂളിനോടുള്ള പേടി അവന് കുറഞ്ഞു തുടങ്ങി. ക്ലാസ്സിലെ കുട്ടികളുടെ പേരുകൾ ടീച്ചർ അവന് പറഞ്ഞുകൊടുത്തു. രാംദേവ്, കൃഷ്ണകുമാർ, നീലിമ, ആയിഷ, അങ്ങനെ കുറേ പേരുകൾ. രാം സിംഗ്, നീ എന്റെ പേര് ചോദിച്ചില്ലല്ലോ, ടീച്ചർ അവനോട് ചോദിച്ചു. മേരാ നാം മീനാകുമാരി. പറയൂ നോക്കട്ടെ. രാം സിംഗ് ടീച്ചറുടെ പേര് പറഞ്ഞത് കേട്ട് കുട്ടികൾ എല്ലാവരും ചിരിച്ചു. ടീച്ചർ അവന്റെ മുതുകത്ത് തട്ടി അവനെ സന്തോഷിപ്പിച്ചു. ഉച്ചയ്ക്ക് എല്ലാ കുട്ടികളും ഒന്നിച്ചിരുന്ന് ഭക്ഷണം കഴിക്കുകയാണ്. രാം സിംഗിന് ടീച്ചർ പാത്രത്തിൽ വിളമ്പിക്കൊടുത്തു. അമ്മ ഉണ്ടാക്കിയത് മാത്രം കഴിച്ചു ശീലിച്ച അവന് ചോറിന്റെ രുചി പിടിച്ചില്ല. ടീച്ചറും ക്ലാസ്സിൽ ഇരുന്നാണ് ആഹാരം കഴിക്കുന്നത്. ഉച്ചയ്ക്ക് കുട്ടികൾ എല്ലാവരും ചേർന്ന് അവനെ ഗ്രൗണ്ടിലേക്ക് കൊണ്ടുപോയി. അവന് കളിക്കാൻ തോന്നിയില്ല. സ്കൂൾ രസകരമായിരുന്നെങ്കിലും വീട്ടിലേക്ക് പോകാൻ അവന് കൊതിയായി. കുറെ കഴിഞ്ഞ് പിന്നെയും ക്ലാസ്സിലേക്ക്. വൈകിട്ട് ബെല്ലടിച്ചപ്പോൾ ടീച്ചർ പറഞ്ഞു, രാം സിംഗ്, നാളെയും വരണം കേട്ടോ, ഞങ്ങളെല്ലാവരും കാത്തിരിക്കും.
ആ, നിന്റെ അച്ഛൻ ഗ്രൗണ്ടിൽ വന്ന് നിൽക്കുന്നുണ്ട്, നിന്നെ കൊണ്ടുപോകാൻ. അവന് സന്തോഷമായി. ടീച്ചർ അവന്റെ കൈ പിടിച്ച് ഗ്രൗണ്ടിലേക്ക് പോയി. അവിടെ മരച്ചുവട്ടിൽ ശിവജി കാത്തിരുന്നിരുന്നു. രാംസിംഗ് ബേട്ടാ, കൈസാ ഹോത്താ ഹേ? സ്കൂൾ പസന്ത് ഹോ ഗയാ? രാംസിംഗ് ശിവജി കെട്ടിപ്പിടിച്ചു. അവൻ കരച്ചിലാണ് വന്നത്. മഴ ചെറുതായി ചാറുന്നുണ്ടായിരുന്നു. പുള്ളിക്കുട നിവർത്തിപ്പിടിച്ച് അവനെ നനയാതെ ചേർത്ത് പിടിച്ച് ശിവജി നടന്നു. കുട്ടികൾ സ്കൂളിൽ നിന്നും മടങ്ങിപ്പോകുന്നു. ഫാമിലേക്ക് തിരിയുന്ന വഴി വരെ വേറെയും കുട്ടികളുണ്ട്. വീട്ടിലെത്തിയപ്പോ ഗൗരി കാത്തിരിക്കുകയായിരുന്നു. രാംസിംഗ് ഓടി അമ്മയുടെ അടുത്തെത്തി അമ്മയെ കെട്ടിപ്പിടിച്ചു. ഗൗരി അവനെ മാറോട് ചേർത്ത് തലയിൽ ഉമ്മ വെച്ചു. അവൻ അമ്മ കിടക്കുന്ന തൊട്ടിലിൽ പോയി നോക്കി. അവൾ ശാന്തമായി ഉറങ്ങുകയാണ്. ഗൗരി അവന് കട്ടൻ കാപ്പിയും ബ്രെഡും കൊടുത്തു. അവൻ സ്കൂളിൽ നിന്നും എഴുതിയ സ്ലേറ്റ് അമ്മയെ കാണിച്ചു. അതിൽ എഴുതിയിരുന്ന അക്ഷരം ഉറക്കെ വായിച്ചു. ആ